നമ്മൾ വായിച്ച വാക്യത്തിൽ for I says the Lord will be unto her a wall of fire round about, അവൾക്ക് ചുറ്റും അതിന് ചുറ്റും ഞാനൊരു അഗ്നിമതിലായിരിക്കും. വാൾ ഓഫ് ഫയർ, അഗ്നിമതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷോസ് എ പ്രൊട്ടക്ഷൻ, ഒരു കാവലിൻ്റെ തലം കാണിക്കുന്നതാണ് അഗ്നിമതിൽ. സോ നമുക്ക് കാവൽ എങ്ങനെയൊക്കെ ലഭിക്കും? നമുക്ക് കാവൽ ലഭിക്കുന്നത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചും പുതുതായി വിശ്വാസത്തിൽ വരുന്ന അനേകരുള്ളതും കൊണ്ട് ഇന്നത്തെ സർവീസിലും ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദ കിങ്ഡം, ദൈവരാജ്യത്തെക്കുറിച്ച് അധികം പറയും. കഴിഞ്ഞ രാത്രി, when was this? About 2 days or 3 days ago, ഞാൻ രാത്രിയിൽ ഉറങ്ങി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഞാനൊരു ഭയങ്കര കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ദാറ്റ്സ് നോട്ട് എ ഡ്രീം ഓർ എ വിഷൻ ഇൻ മൈ സ്ലീപ്പ്. എൻ്റെ ഉറക്കത്തിൽ കണ്ട സ്വപ്നമോ ഒരു ദർശനമോ അല്ല, പകരം ഞാൻ കണ്ണ് തുറന്നപ്പോൾ, അതുവരെ ഒന്നും കണ്ടില്ല, കണ്ണ് തുറന്നപ്പോൾ നഗ്ന കണ്ണുകളുടെ മുൻപിൽ ഐ ഹാഡ് ആൻ ഓപ്പൺ വിഷൻ, ഒരു തുറന്ന ദർശനം ഞാൻ കണ്ടു. അങ്ങനെ പല ദിവസങ്ങളിൽ പലതും കാണാറുണ്ട്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഓപ്പൺ വിഷൻ ഇതായിരുന്നു. ഒരു 1/2 സ്ക്വയർ ഇഞ്ചസായി ഉള്ള ഒരു ഭയങ്കര സ്ട്രോങ് നെറ്റ്, ഒരു ഭയങ്കര വല സീലിംഗ് മുഴുവൻ വിരിച്ചിട്ടിരിക്കുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ലോർഡ് വാട്ട് ആർ യു ട്രൈങ് ടു ടെൽ മീ? കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കാവൽ നിനക്ക് വേണ്ടിയുണ്ട്, എൻ്റെ കാവൽ സഭയ്ക്ക് വേണ്ടിയുണ്ട്. And then the Holy Spirit started to speak to me. ഞാൻ അവിടെ നിന്നേറ്റില്ല. I just kept watching this and I said, speak to me Lord. കർത്താവിനോട് സംസാരിക്കണം. ഞാൻ ഇതെന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? ഇല്ലെങ്കിൽ വലയുണ്ട്, കാവലുണ്ടെന്ന് പറഞ്ഞ് വിട്ടേനേം. ബട്ട് ദ റീസൺ ഐ എം ടെലിംഗ് ദിസ് ഇസ് ബിക്കോസ് ഞാൻ ഈ വചനവും ഈ അനുഭവങ്ങളും നിങ്ങളുടെ മുൻപിൽ ഒരു വിത്ത് എന്നതുപോലെ പാകുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ രാത്രിയിലെ ഉറക്കത്തിൽ കാണുന്ന ദർശനങ്ങൾ മാത്രമല്ല, കണ്ണ് തുറന്നിരിക്കുമ്പോൾ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തതുപോലെ ചില കാഴ്ചകൾ കാണുന്നത് പോലെ നിങ്ങളുടെ അകത്തേക്ക് ഒരു കൃപാവരത്തിൻ്റെ വിത്ത് പാകുകയാണ് ഞാൻ. എവറി ടൈം ഐ സ്പീക്ക് സം വേർഡ്സ്, ഞാൻ ചില വാക്കുകൾ അല്ല ഏതെങ്കിലും ശുശ്രൂഷകൻ അവരുടെ അനുഭവങ്ങൾ വാക്കുകൾ ഷെയർ ചെയ്യുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല. എനിക്ക് വചനം പ്രസംഗിച്ചാൽ പോലെ എന്തിനാണ് നീ കണ്ട ദർശനത്തെക്കുറിച്ചുകൂടെ പറയുന്നത്? നിങ്ങളെ എൻഗേജ് ചെയ്യുവാനല്ല. ബിക്കോസ് അടുത്ത 1.5-2 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരാത്ത ആശയങ്ങൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. സോ അങ്ങനെ വചനമുള്ളപ്പോൾ വൈ ആർ യു ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ്? അനുഭവങ്ങൾ പറയാൻ കാര്യം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും. സോ അതുകൊണ്ട് ഇത് പറയുന്നത്. സോ ഐ ജസ്റ്റ് കെപ്റ്റ് ദാറ്റ് വാച്ചിങ് ദാറ്റ് ആൻഡ് ഐ സെഡ്, ലോർഡ് വാട്ട് ആർ യു ട്രൈങ് ടു ടെൽ മീ? കർത്താവേ, ഇതെന്താണ് പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, പറവകൾ സ്ഥലം മലിനമാക്കാതെ നെറ്റുകൾ ഇടുന്നത് പോലെ ഞാൻ ചില നെറ്റുകൾ ഇടുകയാണ്. നമുക്കറിയാം, അപ്പാർട്ട്മെൻറ്റ്സിൽ, ഉയർന്ന ബിൽഡിങ്സിൽ, പല സ്ഥലങ്ങളിലും ഈ പ്രാക്കൾ വന്ന് അതിൻ്റെ കാഷ്ടമിട്ട് അവിടെയൊക്കെ അഴുക്കാക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ വരാതിരിക്കുവാൻ ബിൽഡിംഗ്, അപ്പാർട്ട്മെൻറ്റ്സിൽ, പല സ്ഥലങ്ങളിൽ, ഈവൻ ചർച്ചസ്, പ്രാക്കൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾക്ക് അത് ആക്സസ് ഇല്ലാത്തതുപോലെ അതിനെ അടച്ചു കളയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ജീവിതത്തെ മലിനമാക്കി കളയുവാൻ വരുന്ന ചില അന്യായ പോരുകൾ അടുത്തു വരാതെ ഞാനായ ചില വലയങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. അതൊരു സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചാട്ടെ. ജസ്റ്റ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് സേ, ലോർഡ് താങ്ക് യു ഫോർ ദാറ്റ് പ്രോമിസ്. ഐ ടേക്ക് ഇറ്റ് ഇൻ ജീസസ് നെയിം. സഭയ്ക്കായി ഞങ്ങളത് ഏറ്റെടുക്കുന്നു, വ്യക്തിപരമായി ഞങ്ങളത് ഏറ്റെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അനുഭവങ്ങളായി അത് മാറട്ടെ. സോ ഇൻ അതർ വേർഡ്സ്, അറിയാതെ പോകുമ്പോൾ വേണ്ടാത്ത SMS അയച്ചും വേണ്ടാത്ത രീതികളിൽ ആൾക്കാരെ നോക്കിയും അവരെ ആകർഷിച്ചും വ്യത്യസ്ത നിങ്ങളുടെ മക്കളെപ്പോലും വലച്ചു കളയുവാൻ വരുന്ന ശക്തികൾക്ക് വിരോധമായി വല ഇന്ന് കർത്താവ് ഒരു പുതിയ അനുഭവമായി ജീവിതത്തിലേക്ക് തുറക്കട്ടെ. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആൻഡ് ദെൻ പെട്ടെന്ന് അടുത്ത ലെവലോട്ട് ദൈവത്തിൻ്റെ ആത്മാവ്, ആൻഡ് ദിസ് ഇസ് ഓൾ ഇൻ എ മാറ്റർ ഓഫ് മേ ബി 7 to 10 minutes. രണ്ടാമത്തെ ആശയത്തിലോട്ടുണ്ട് പറഞ്ഞു. യേശു പറഞ്ഞു, വഴിയറമ്പിൽ വീണ വിത്തുകൾ പറവകൾ കൊണ്ടുപോയി. പിന്നത്തേതിൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, പറവകൾ എന്താണ്? വഴിയറമ്പിൽ വീണ വിത്ത്. ഇല്ലെങ്കിൽ വിത്ത് എന്ന് പറയുന്നത് വചനമാണ്. വിത്ത് വിതച്ച വിതക്കാരൻ വിതച്ച വിത്തുകൾ വഴിയറമ്പിൽ വീണത് അത് ആകാശത്തിലെ പറവകൾ കൊണ്ടുപോയി സാത്താൻ എടുത്തു കൊണ്ടുപോയി. മറ്റൊരു ഭാഷയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കുൾപ്പെടെ, ശ്രദ്ധയോട് കേൾക്കുന്നവർക്കുൾപ്പെടെ, ഐ മൈറ്റ് ടോക്ക് അബൌട്ട് ഹീലിംഗ്. ആ ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വെദർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്, അത് വാക്കുകൾ മാത്രമാണെങ്കിൽ ഇൻഫർമേഷനായി മാറും. എങ്കിലും അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ ആ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരങ്ങളിൽ സൗഖ്യം ആരംഭിക്കും, അത് പ്രവർത്തിച്ചിരിക്കും. കൃപാവരങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വെറും ഒരു ജഡികമായി, ഇല്ലെങ്കിൽ വെറും ഒരു മാനുഷികമായി അക്ഷരത്തിൻ്റെ അളവിൽ നിന്ന് പറഞ്ഞാൽ അത് പലർക്കും ഇൻഫർമേഷനായി മാറും, എൻഗേജ്മെൻറ്റായി മാറും, എൻ്റർടൈൻമെൻറ്റായി മാറും. എങ്കിലും ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയായി ഞാനത് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ചിലർ തുറന്ന കണ്ണുകളാൽ ദർശനങ്ങൾ കണ്ടിരിക്കും. കാര്യം പറയുന്ന വാക്കുകൾ അത് വിത്താണ്. ആ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ ഫലം കായ്ച്ചിരിക്കും.
രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ, ആശയങ്ങൾ, അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അത് എൻഗേജ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റുമായി മാറ്റിക്കളയരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിൻ്റെ വിത്തായി നിങ്ങൾ സ്വീകരിച്ചോണം. കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് ടു ഹിയർ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൃപാവരത്തിൻ്റെ വിത്തായി നിങ്ങൾ ഏറ്റെടുത്തോണം. പക്ഷേ ആ വിത്തുകൾ വീഴുന്നത് ആകാശത്തിലെ പറവകൾ കൊത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നന്മകളെക്കുറിച്ച് പറയുമ്പോൾ, അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ വിത്തുകൾ അകത്തു വീണത് നമ്മൾ പോലും അറിയാതെ വഴിയറമ്പിൽ നിന്നും കൊത്തിക്കൊണ്ടുപോകുന്നത് പോലെ ആകാശത്തിലെ പറവകൾ, മറ്റൊരു ഭാഷയിൽ പിശാച്, യേശു കർത്താവിൻ്റെ ആലോചനയാണ് പറയുന്നത്, പിശാച് കൊത്തിക്കൊണ്ടുപോകുന്നത് പറവകളുടെ പ്രത്യേകതയാണെങ്കിൽ വിത്തുകളിൽ ഒന്നുപോലും എടുക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ വലയം എന്നതുപോലെ ഒരു കാവലിൻ്റെ തലം നമ്മൾക്കായിട്ടുണ്ട്. അതും സ്തോത്രം ചെയ്തങ്ങ് സ്വീകരിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൽ കൂടുന്നു വരുന്ന വിത്തുകൾ രോഗസൗഖ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, മാന്യതയുടെ, ദർശനങ്ങളുടെ, കൃപാവരങ്ങളുടെ, കൃപകളുടെ വിത്തുകൾ അകത്തു വീഴുന്നത് പിശാചായവൻ അത് കൊത്തിക്കൊണ്ടു പോകാതെ ഞങ്ങൾക്ക് ചുറ്റും ഒരു വലയം, കാവലിൻ്റെ വലയം, വല പോലെ കർത്താവ് തരുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സോ കാവലുകൾ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. ആൻഡ് വൺ ഇസ് നെറ്റ്. അത് വാക്യത്തിൽ നിന്ന് വായിച്ചതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞതാണ്. സോ ആ കാവൽ ആർക്കുള്ളതാണ്? ഇസ്രയേലിനൊരു കാവലുണ്ട്. ദർ ഇസ് എ ബിഗ് പ്രൊട്ടക്ഷൻ ഫോർ ഇസ്രയേൽ. ഞാൻ ഇസ്രയേൽ, യെരുശലേം, സിയോൻ എന്നുള്ള 3 വാക്കുകളിൽ നിന്നാണ് വരാൻ പോകുന്നത്. സെക്കരിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ വായിച്ച വാക്യത്തിൻ്റെ പുറത്ത്, അതേ അധ്യായങ്ങളിൽ, അതേ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റാണ് ഇസ്രയേൽ. ഇസ്രയേൽ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിഴലായിരുന്നു, പുതിയ നിയമത്തിൽ പൊരുൾ എന്ത് കാണിക്കുന്നു? ദൈവരാജ്യത്തെ കാണിക്കുന്നു. ഇസ്രയേലിൽ ജനിച്ചതെങ്ങനെ? ജന്മനാൽ ഇസ്രയേലിൻ്റെ പൗരനാകും. പല രീതികളിൽ ഇസ്രയേൽ പൗരത്വം സ്വീകരിക്കുന്നവരുണ്ട്. എങ്കിലും പ്രധാനമായി ഇറ്റ്സ് ബൈ ബർത്ത് എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ അംഗം എങ്ങനാകും? നന്നായി ജീവിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ അംഗമാകുകയില്ല. പാവങ്ങൾക്ക് കഞ്ഞി കൊടുത്തതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയില്ല. നീതിപ്രവർത്തികളാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാകുകയില്ല. നമ്മൾ നീതിപ്രവർത്തികൾ വേണം, എങ്കിലും നമ്മളുടെ ഏറ്റവും നല്ല നീതിപ്രവൃത്തിയും ബൈബിൾ പറയുന്നു കറപുരണ്ട തുണി പോലെയാണ്. അത് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ആവശ്യമാണെങ്കിലും പ്രശംസിക്കുവാനും പ്രദർശിപ്പിക്കുവാനും അതിലൊന്നുമില്ല. ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണമാണ്, നമ്മുടെ ഭവനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ തറ തുടയ്ക്കുന്ന തുണി വേണം. തറ തുടയ്ക്കുന്ന തുണി ഇല്ലാത്ത വീട്ടിൽ തറ മലിനമായിരിക്കും. പക്ഷേ അത് ആവശ്യമാണ്. എങ്കിലും ആ തറ തുടയ്ക്കുന്ന തുണി ആൾക്കാർ, മാന്യന്മാർ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തറ ഇങ്ങനെ വൃത്തിയായി കിടക്കാൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് എന്ന് പറഞ്ഞ് ആരും കറപുരണ്ട തുണി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാറില്ല. ആവശ്യമാണോ? ആവശ്യമാണ്. പ്രദർശനം ആവശ്യമാണോ? നോട്ട് അറ്റ് ഓൾ. അത് വെക്കേണ്ടിടത്ത് സൂക്ഷിച്ചു വെച്ചോണം. നിന്റെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ തിരിച്ചറിയാത്തതുപോലെ ചെയ്യേണ്ടത് നീ ചെയ്യണം. പക്ഷേ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല. അത് ചെയ്യണം, ആവശ്യമാണെങ്കിലും. കറപുരണ്ട തുണി പോലെ നമ്മുടെ സകല നീതിപ്രവർത്തികളും രക്ഷയ്ക്ക് അത് ഒരിക്കലും അതൊരു വില മുടക്കുന്നതല്ല. പകരം ബൈബിൾ പറയുന്നു, രക്ഷിക്കപ്പെടണമെങ്കിൽ ദർ ഇസ് ഓൺലി വൺ വേ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, അത് വാഗോണ്ട് ഏറ്റുപറയണം. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഈ ഭൂമിയിൽ വന്നു, പാപമില്ലാത്ത ജീവിതം നയിച്ചു. പാപമില്ലാത്ത രക്തമുള്ളതിനാൽ യേശുവിൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ സ്വഭാവമില്ലാതെ, പാപത്തിൻ്റെ പ്രവൃത്തികളില്ലാതെ നീതീകരിക്കപ്പെട്ടവനായി യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ തലമുറയിൽ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുത്തുമെന്ന വെല്ലുവിളിച്ചയുടെ മുൻപിൽ പ്രതികരിക്കുവാൻ മനുഷ്യനോ പിശാചിനോ അവസരം കൊടുക്കാതെ പാപമില്ലാത്ത ജീവിതം നയിച്ചവനെങ്കിലും നമ്മളുടെ പാപങ്ങൾക്കായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു നമ്മളുടെ പാപങ്ങളിൽ നമ്മളെ വിടുവിച്ച് നമ്മൾക്ക് നിത്യജീവൻ നൽകുവാൻ യേശു കഴിവുള്ളവനാണ്. യേശു അതിന് യേശുവിന് സാധിക്കും എന്ന് യേശുവിനെക്കുറിച്ച് വിശ്വസിക്കുകയും വിശ്വസിച്ചതിന് ശേഷം യേശുവെ ഞാൻ അങ്ങേക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവരുണ്ടോ? അവർക്ക് വേണ്ടി രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവരുണ്ടെങ്കിൽ അവരെ രക്ഷയുടെ പ്രാർത്ഥന ഏറ്റുപറയുവാൻ, ആ ഉടമ്പടിയുടെ പ്രാർത്ഥന ഏറ്റുപറയുവാൻ there will be a system for you. And so we had a very wonderful time last evening. 10 പേരോളം they were there as students. അതിനകത്ത് പലരും were able to hear the gospel. അവർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കുറഞ്ഞ വിഷമമുണ്ട്. മനോഭാവങ്ങൾ തുറക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പലരോടും ഇടപെട്ടു. പലരും പ്രാർത്ഥനകൾ ഏറ്റുപറഞ്ഞു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അങ്ങനെ പ്രാർത്ഥന ഏറ്റുപറഞ്ഞു ദൈവമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിൽ വരുന്ന ചിലർ ഇതിൻ്റെ അകത്തില്ലാത്തവരുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ്. കാര്യം അങ്ങനെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ യു ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി. ആ
ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറും. യു കം ഇൻ ടു ദ കിങ്ഡം. അങ്ങനെ ദൈവരാജ്യത്തിൽ വരുന്നവർക്ക് ഒരു വലിയ കാവലുണ്ട്, ഒരു വലിയ പ്രൊട്ടക്ഷനുണ്ട്. അതിനെക്കുറിച്ച് നെറ്റെന്നും വലയെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ കടന്നു വരുന്നവർക്കൊരു അനുഗ്രഹമുണ്ട്. രാജ്യത്തിൽ വരുന്നവർ, അവർക്ക് വേണ്ടി ഒരു കാവലുണ്ട്. സോ ആ രാജ്യത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പിതാവിൻ്റെ മക്കൾ എന്നതുപോലെ യേശുവിൽ കൂടെ പിതാവിനെ സ്വീകരിക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ, നമ്മളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുവാൻ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർക്കും കൂടെ ദൈവം പദവി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകും. ഇസ്രായേൽ പൗരന്മാരായി ജീവിക്കുന്നവർ ആ രാജ്യത്തിൻ്റെ പൗരന്മാരാകുന്നത് പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ, അവർ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകും. ദേ ബിക്കം ദി കിങ്ഡം. അവർ രാജ്യത്തിൽ വരും. അവർക്കതിൻ്റെ കാവലുണ്ട്. എങ്കിലും ബethel സഭയിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭാഗമാകുക മാത്രമല്ല. യെസ്, ഓഫ് കോഴ്സ് വി വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ കിങ്ഡം. ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകണം എന്ന് നമ്മൾ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ബട്ട് അവർ കോളിംഗ് ഇസ് വേ ബിയോണ്ട് ദാറ്റ്. ഇന്ന് രാവിലെ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് സീനിയർ പാസ്റ്റർ. ദൈവരാജ്യത്തിൽ കടന്നു വരുന്നവർക്ക് അവരുടെ മാനദണ്ഡങ്ങളുണ്ട്. ദേ ഹാവ് ദെയർ സ്റ്റാൻഡേർഡ്സ്. എങ്കിലും അതിനേക്കാൾ ഉയർന്ന സ്റ്റാൻഡേർഡാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് വരുമ്പോൾ. ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? ദൈവരാജ്യത്തിൽ നിന്നും അകത്ത് വരുമ്പോൾ യു ബിക്കം ദ പാർട്ട് ഓഫ് ദ ചർച്ച്. ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് രജിസ്റ്ററിൻ്റെ അകത്ത് പേര് വരുന്നത്. നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. പകരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുവാൻ ദൈവരാജ്യത്തിൽ വന്നവരെ ദൈവം മാടി വിളിക്കുകയാണ്. യേശുവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷിതാവായി, എൻ്റെ രാജാവായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം യു ബിക്കം എ പാർട്ട് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകും. പിന്നെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല. പകരം 3 things ബൈബിൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങൾ ആവർത്തിക്കട്ടെ. 1, ഇറ്റ് ഈസ് റൈച്ചസ്നെസ്, അത് നീതിയാണ്. 2, റൈച്ചസ്നെസ്, പീസ്, അത് സമാധാനമാണ്. ദൈവരാജ്യം എന്നുള്ളത് സമാധാനമാണ്. 3, ഇറ്റ്സ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതനുസരിച്ച് നമ്മളുടെ കൾച്ചറൽ ആസ്പെക്ട്സ് മാറും, നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് ഡയമെൻഷൻസ് മാറും. എൻ്റെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ദൈവരാജ്യത്തിൻ്റെ അവകാശമാണെങ്കിൽ പിന്നെ ഞാൻ ലോകത്തിലുള്ള സന്തോഷം നേടുവാനുള്ള ആ കൾച്ചറൽ ആസ്പെക്ട്സ്, അത് മൂവി ഇൻഡസ്ട്രി ആയിരിക്കും, അത് പലതുമായിരിക്കും, കോമിക്സ് ആയിരിക്കും, അത് നോവൽസ് ആയിരിക്കും. അവിടെ നിന്നും സ്ലോലി ആദ്യമായിട്ട് താൻ ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ സ്തോത്ര കാഴ്ചയുടെ ക്യാൻ ഐ റിപ്പീറ്റ് യുവർ ടെസ്റ്റിമണി? ഇസ് ഇറ്റ് ഓക്കെ? ഇന്നലെ പരസ്യമായി പറഞ്ഞത്. സോ ഐ ജസ്റ്റ് ഇന്നലെ ഐ വാസ് സോ ടച്ച്ഡ്, ഐ ഓൾമോസ്റ്റ് കുഡ്ന്റ് പ്രീച്ച്, ഐ വാസ് ക്രൈങ്. കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്തുള്ളതിനെക്കുറിച്ച് താൻ പറഞ്ഞപ്പോൾ, ദ ഗ്ലോറി ഓഫ് ഗോഡ്, അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ശക്തമായി ഒരു മൂവ്മെൻറ്റ്, ഒരു ഇൻസ്പിറേഷൻ അകത്തുണ്ടായി. താൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കയറി വന്നത്, സ്തോത്ര കാഴ്ചയുടെ പാട്ട്. അത് കഴിഞ്ഞപ്പോൾ അനേക കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അമ്മ ഗുണിച്ചാൽ അത് കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ചർച്ചിൽ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകുന്നത് സിഗരറ്റ് വാങ്ങിക്കാനാണ്. കാര്യം പല പാക്കറ്റ് സിഗരറ്റ് എല്ലാ ദിവസവും വലിച്ചെങ്കിലേ ആ അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇറങ്ങിപ്പോകുന്ന സിഗരറ്റ് വാങ്ങിക്കാനാണ്. പക്ഷേ പ്രതീക്ഷ പറഞ്ഞ് ഇരുത്തിക്കൊണ്ട് പറയുക, ആ സിഗരറ്റ് വാങ്ങിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ സിഗരറ്റ് വലിക്കണമെന്നുള്ള ആസക്തി, ആ സ്വഭാവത്തിൻ്റെ വൈകല്യം എന്നെ വിട്ടുമാറി. ഐ ജസ്റ്റ് ഡിഡ്ന്റ് വാണ്ട് ടു സ്മോക്ക്. എന്തു പറഞ്ഞു? ഇവിടെ ഒറ്റ വാക്ക് സിഗരറ്റ് വലിക്കല്ലെന്ന് പറഞ്ഞില്ല. എങ്കിലും മഹത്വത്തിൻ്റെ തലത്തിൽ ഇരിക്കുന്നവർക്ക് സ്വഭാവ രൂപീകരണം അതിൻ്റെ അടയാളമാണ്. ഇറ്റ് ട്രാൻസ്ഫോംസ് യുവർ ക്യാരക്ടർ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ചീത്ത വിളിക്കാതെ പണി നടക്കത്തില്ല. പക്ഷേ ചീത്ത വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരാത്തതുപോലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷമല്ല, അതിൻ്റെ മുൻപേ ദൈവരാജ്യത്തിൽ കടന്നു വന്നു. ഇതിൻ്റെ അകത്തെ സഭയ്ക്കകത്തുള്ള മഹത്വത്തിൻ്റെ തലങ്ങൾ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യം കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലരുടെ ജീവിതത്തെ അവർ ദൈവമഹത്വത്തിനായി തുറന്നു കൊടുത്താൽ അസാധാരണമായിട്ടുള്ള ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്വഭാവ വൈകല്യങ്ങളെ ഉടച്ചു മാറ്റുന്നത്, രോഗശക്തികളെ വരെ തെറിപ്പിച്ചു കളയുന്ന ആത്മശക്തിയുടെ പ്രവാഹം ഇതിൻ്റെ അകത്ത് വ്യാപരിച്ചിരിക്കും. Alright, so രാജ്യത്തിൽ വന്നവർ they have to get into the church. പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവരാജ്യത്തിൻ്റെ നിഴലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്ന ദൈവരാജ്യത്തിൻ്റെ നിഴൽ ഇസ്രായേൽ. Again, let me just put this again to put things in perspective. ഒന്ന്, ഇസ്രായേൽ ഇറ്റ്സ് എ കൺട്രി, ഒരു രാജ്യമാണ്. ഇവിടെ ദൈവരാജ്യം ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫിക്കൽ ഒരു രാജ്യമല്ലെങ്കിലും ദൈവരാജ്യം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ രാജ്യത്തിൽ പൗരന്മാരാകണമെങ്കിൽ ജന്മനാൽ അവർക്ക് പൗരന്മാരാകാം എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകണമെങ്കിൽ അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകുകയില്ല. പകരം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതിനാൽ ഒരു പുതിയ ജന്മം, ന്യൂ
ബോൺ അഗൈൻ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉള്ളിൽ വരികയാൽ അവർ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകും. ദൈവരാജ്യം സമാധാനം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതിൻ്റെ മാറ്റങ്ങൾ വരും. ആ രാജ്യത്തിൻ്റെ പൗരന്മാരായി കഴിഞ്ഞവർ, അവർക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദേ ക്യാൻ മൂവ് ടു ബെറ്റർ പ്ലേസസ്. നസ്രത്ത് എന്നുള്ളത് ഒരു വല്ലാത്ത ബാക്ക്വേർഡ് പ്ലേസ് ആയിരുന്നു. ഈ നാട്ടിലെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ നമ്മുടെ നടുവിലുണ്ട്. കേരളത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ, ലക്ഷം വീടെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് റിയലി ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടുകളുടെ പേരാണ് ലക്ഷം വീട്. അവിടെ താമസിക്കുന്നവർക്ക് ഇക്കണോമിക്കലി ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം, പല കാര്യങ്ങൾ അവർക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ലക്ഷം വീട്ടിൽ പാർക്കുന്ന ഒരാൾക്ക് വല്ല നന്മയും വരുമോ എന്ന് പറയുന്നത് പോലെ നസ്രയത്തിൽ നിന്നാണ് ക്രിസ്തുയേശു വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കണം, നസ്രയത്തിൽ നിന്നോ? അവിടുന്ന് വല്ല നന്മയും വരുമോ? കാര്യം അവിടെ വീടുകൾ പോലുമില്ല. നസ്രയത്തിൽ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടുത്തെ കാത്തലിക് പള്ളികൾ പോയി കണ്ടാൽ ആശയം വ്യക്തമാകും. നസ്രയത്തിൽ വീടുകളില്ല. യെരുശലേമിൽ ചെന്നാൽ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പോഴത്തെ അല്ല, അന്നത്തെ കാര്യം. മാളിക മുറികളുണ്ട്. കപ്പർനഹൂം ഡിസ്ട്രിക്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലാർജ് ബിൽഡിങ്സ് ഉണ്ട്. മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സ് അവിടെ അധികമില്ലെങ്കിലും അവിടുത്തെ ആർക്കിടെക്ചർ, കൾച്ചർ നോക്കിയാൽ അവിടെ ലാർജ് ബിൽഡിങ്സ് ഉണ്ട്. അധികം ആൾക്കാർക്ക് കൂടി വരാൻ സാധിക്കുന്ന ബിൽഡിങ്സ് ഉണ്ട്. അവിടെ ആൾക്കാർ നിറഞ്ഞിട്ട് പിന്നെ സ്ഥലമില്ലാതെ വന്നപ്പോൾ മേൽക്കൂര പൊളിച്ചിറങ്ങിയ ചരിത്രങ്ങൾ വായിക്കുവാൻ സാധിക്കും. ബട്ട് ലാർജ് ഹൗസസ്. നസ്രയത്തിൽ ചെന്നാൽ അവിടെ യാതൊരു വലിയ വീടുകളുമില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കറക്റ്റായിട്ട് ഒരു ഗുഹയ്ക്കകത്തുകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടാണ് യേശു ജനിച്ചതും വളർന്നതും. വി ലൈക്ക്, പ്ലീസ്, ഹൗ ഡു യു നോ? ഇവിടെ എങ്ങനെ അറിയാം? ഇവിടെ 300 വീടുകളേ ഉള്ളൂ. ആ 300 വീടുകളിൽ ഒറ്റ കാർപ്പൻറ്ററേ ഉള്ളൂ. ഈ കാർപ്പൻറ്ററിൻ്റെ വീട് ഇതായിരുന്നു. ഇവിടെ കിട്ടുന്ന എക്സ്കവേഷനിൽ ലഭിച്ച ആ ഉപകരണങ്ങൾ നോക്കിയപ്പോൾ ഈ 300 വീടുകളിൽ ഒറ്റ ഗുഹയ്ക്കകത്തെ കാർപ്പൻറ്റർ വസിച്ചുള്ള. സോ വി ആർ വെരി ഷുവർ ദിസ് ഇസ് വേർ ജീസസ് ലിവ്ഡ്. ഓൾ റൈറ്റ്. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഇതിവിടെ വീടുകളില്ല. മലയുടെ ഓരത്ത് കുഴിച്ച ഒരു ഗുഹ പണിയുകയും ഒരു മുറിയും കൂടെ വേണമെങ്കിൽ വളരെ എളുപ്പമാണ്. അല്പം കൂടെ കുഴിച്ചാൽ മതി, അടുത്ത മുറിയും കൂടെ. അങ്ങനെയാണ് അവിടുത്തെ ആർക്കിടെക്ചർ, അവിടുത്തെ ലിവിങ് സ്റ്റൈൽ. അവിടുത്തെ ഏറ്റവും ദാരിദ്ര്യത്തിൽ എന്നതുപോലെ, ലക്ഷം വീടിനെ അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണമാക്കിയത്, ദാരിദ്ര്യത്തിൽ എന്നതുപോലെ പാർത്തുന്നൊരു കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ നസ്രത്ത്. എങ്കിലും യെരുശലേം അങ്ങനെയല്ല. യെരുശലേം അവിടുത്തെ ക്യാപിറ്റലാണ്. വളരെ പ്രധാനപ്പെട്ട മോടിയുള്ളവർ, അവർ ശക്തന്മാർ, അവിടെ പ്രധാനികളൊക്കെ പാർക്കുന്നതാണ് യെരുശലേം. സോ യെരുശലേം ക്യാപിറ്റൽ എന്ന് പറയുന്നതും നസ്രത്തും കപ്പർനഹൂം ഒക്കെ അതിൻ്റെ സെക്കൻഡ് ക്ലാസും അങ്ങനെ പല ക്ലാസസിൽ ആൾക്കാർ പാർക്കുന്ന സ്ഥലങ്ങൾ. ഷാഡോ എന്നതുപോലെ പൊരുൾ വരുമ്പോൾ ദൈവരാജ്യത്തിൽ അനേകരുണ്ടെങ്കിലും അതിൻ്റെ സഭ എന്ന് പറയുന്ന ഇടത്തിലേക്ക് യെരുശലേം, പുതിയ യെരുശലേം എന്നുള്ള വാക്ക് കാണുവാൻ സാധിക്കും. യെരുശലേമിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. എങ്ങനെ ദൈവരാജ്യത്തിൽ നിന്നും സഭയ്ക്കകത്തേക്ക് വരാം? ബോത്ത് ആർ വെരി ഡിഫറെൻറ്റ്. ദൈവസഭയെക്കുറിച്ച് പറയുന്നു, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നു. ദൈവരാജ്യം ബലാത്കാരം ചെയ്ത് പിടിച്ചെടുക്കും. ദ വയലൻസ് ഷാൽ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. ദൈവരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സഭയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ബലാത്കാരം ചെയ്ത് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സഭയ്ക്കകത്ത് വന്നാൽ പിശാചിൻ്റെ ഗോപുരങ്ങൾക്ക് ദൈവസഭയെ പിടിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. ദൈവരാജ്യത്തിൽ വാല്യൂ സിസ്റ്റംസ്, മൂല്യങ്ങളുണ്ട്. സഭയ്ക്കകത്ത് മൂല്യങ്ങളല്ല, അപ്പോയിൻറ്റ്മെൻറ്റ്സ് ഉണ്ട്. സഭയ്ക്കകത്ത് ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, പിന്നെ സുവിശേഷകൻ, ഉപദേഷ്ടാക്കന്മാർ. സഭയ്ക്കകത്ത് അപ്പോയിൻറ്റ്മെൻറ്റ്സ് വേറെയാണ്. ദൈവരാജ്യത്തിൽ അപ്പോസ്തലനുണ്ടെന്നല്ല, ദൈവരാജ്യത്തിൽ പ്രവാചകനുണ്ടെന്നല്ല. രാജ്യത്തിൻ്റെ തലം അല്ല പ്രവാചകനും അപ്പോസ്തലനും. സഭയ്ക്കകത്തെ തലമാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ. ഓൾ റൈറ്റ്. ദൈവരാജ്യത്തിൽ ആരാധനയുടെ ക്രമങ്ങൾ ചടങ്ങുകളായി വെരി ഡിഫറെൻറ്റ്. വേറസ് ആ സഭയ്ക്കകത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആരാധനാക്രമത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും പാട്ടുണ്ട്, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, അന്യഭാഷയുണ്ട്. സഭയ്ക്കകത്ത് വരുമ്പോൾ ദ കൾച്ചർ, ദി സർവീസ്, വർഷിപ്പ് ഇസ് വെരി ഡിഫറെൻറ്റ്. സോ ദൈവരാജ്യത്തിൽ വന്നവരെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, ഡോണ്ട് സ്റ്റേ ദേർ. നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, കം ഇൻ ടു ദ ചർച്ച്. സഭയ്ക്കകത്തോട്ട് വരണം. കാര്യം സഭയ്ക്കകത്താണ് പല നന്മകളുള്ളത്. ഹൗ ഡു യു ഷിഫ്റ്റ്, ഹൗ ഡു യു ട്രാൻസിറ്റ് ഫ്രോം ദി കിങ്ഡം ഇൻ ടു ദ ചർച്ച്? രാജ്യത്തിൽ നിന്നും സഭയ്ക്കകത്തേക്ക് വരുന്നത് എങ്ങനെ? ബൈബിൾ പഠിപ്പിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിച്ചതിന് ശേഷം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുമ്പോൾ യു ആർ എൻട്രിങ് ഇൻ ടു ദ ചർച്ച്. നിങ്ങൾ ദൈവ സഭയ്ക്കകത്തോട്ട് കയറുകയാണ്. അത് ഒരു കോൺഗ്രിഗേഷൻ്റെ അകത്ത് നിങ്ങളുടെ പേരെഴുതുന്ന ഒരു തലമല്ല, പകരം യു എൻറ്റർ ഇൻ ടു ദ ചർച്ച്. ആ സഭയ്ക്കകത്ത് വരുന്നതിന് ഐ വിഷ് ഐ ഹാഡ് അനദർ 3 hours. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വി കുഡ് ഹാവ് ഗോൺ, ബട്ട് ബിക്കോസ് ഓഫ് ദ ഷോർട്ടേജ് ഓഫ് ടൈം ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി പ്രിസൈസ്. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. സോ സഭയ്ക്കകത്ത് വന്നവരെ കുറിച്ച് പറയണം. അവിടെ നിന്നാൽ പോരാ, നിങ്ങൾ
വൃതന്മാരായി മാറണം. യു മസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് ദി ഇലക്ട്. എന്തിനു വേണ്ടിയാണ് ഇലക്ട് ചെയ്യുന്നത്? വ്യത്യസ്ത തലങ്ങൾ. ഇന്ന് ആദ്യത്തെ സർവീസിൽ പറഞ്ഞു, മണവാട്ടിയായിട്ടുള്ളവരുണ്ട്, മഹത്തുക്കളായിട്ടുള്ളവർ അവിടെയുണ്ട്, ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്, പല വ്യത്യസ്ത കാറ്റഗറികളായി സെലക്ട് ചെയ്തവരുടെ ഇടയിൽ ദി വെരി ഇലക്ട്, അതെ, വൃതന്മാരായി ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. ഓ മൈ ഗുഡ്നസ്, ദയവായിട്ട് ഇന്ന് പോയി ആ മെസ്സേജ് കേൾക്കണം, ഫസ്റ്റ് സർവീസിൻ്റെ മെസ്സേജ് കേൾക്കണം. കാര്യം ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് യുവർ ഐസ് ടു യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്? ബെഥലിൽ ഒരു കോർപ്പറേറ്റ് അനോയിന്റിങ്ങിൽ ദൈവം നിങ്ങളെ കൊണ്ട് നട്ടെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിസ്സാരമല്ല, ചെറുതല്ല. മനസ്സിലാക്കി ദയവായി അത് വളരെ ശ്രദ്ധയോടെ ഫോർ ഗോഡ്സ് സേക്ക് ദൈവത്തെ ഓർത്ത് ഇന്ന് അത് പോയി കേൾക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ദൈവരാജ്യത്തിൽ വന്നവർ, സം ഓഫ് യു ആർ സ്റ്റിൽ ദർ. ചിലർ അതിൻ്റെ പുറത്താണ്. ദൈവരാജ്യത്തോട് അകന്നവനല്ല, എങ്കിലും നീ അകത്ത് കടന്നിട്ടില്ല. നിനക്കതിൻ്റെ വാല്യൂ സിസ്റ്റംസ് അറിയാം, മൂല്യങ്ങളറിയാം, സത്യസന്ധത, ഇൻറ്റഗ്രിറ്റി, നിനക്ക് ജീവിതത്തിൽ ഓണസ്റ്റി, നിനക്ക് ജീവിതത്തിൽ സ്നേഹം, സമാധാനം, എല്ലാത്തിൻ്റെ വാല്യൂ സിസ്റ്റംസ് അറിയാം. എങ്കിലും നീ പുറത്താണ്, നീ അകന്നവനല്ല, എങ്കിലും അകത്തല്ല. അകത്ത് കടന്നു വരാൻ ദൈവം ചിലരെ വിളിക്കുകയാണ്. അകത്ത് കടന്നവരോട് പറയുകയാണ്, ഡോണ്ട് സ്റ്റേ ദർ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും മുന്നതാണ്. കം ഇൻ ടു ദ ചർച്ച്. സഭയ്ക്കകത്തോട്ട് കിടക്ക്. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനമേൽക്കണം. ഈ രണ്ട് തലത്തിൽ വരാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ രാജു ബ്രദറിനെ എന്നെ ഏൽപ്പിച്ച് നിർത്തിയത്. യു ക്യാൻ ഗോ ബാക്ക് ടു ഹിം ആൻഡ് ആസ്ക് ഹിം ടു ഹെൽപ്പ് യു. ഹി വിൽ ഗൈഡ് യു. All right. So, അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ, oh my goodness, I am already in the church. Praise the Lord. Happy I. No. You cannot stay there. കർത്താവ് പറയുകയാണ്, come to be the elect. നീ വൃതനാകുവാൻ വരണം. അതിനെ പഴയ നിയമത്തിൻ്റെ ചരിത്ര ഭാഗങ്ങളിൽ നിന്നും നിഴൽ എന്നതുപോലെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അതിനെ സിയോൻ എന്ന് പറയുകയാണ്. ഇസ്രയേലിൻ്റെ ജിയോഗ്രഫി എടുത്ത് പഠിച്ചാൽ പട്ടണത്തിൻ്റെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞായിരുന്നു കാര്യം, ഈ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോൻ മഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ സിയോൻ പർവ്വതത്തെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞായിരുന്നു. ആ സിയോൻ പർവ്വതം എന്നുള്ളത് യെബൂസ്യർ പാർത്തിരുന്ന സ്ഥലത്ത് ദാവീദ് കരസ്ഥമാക്കുവാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മുടന്തന്മാരും കുരുടന്മാരും ഒക്കെ ചേർന്നാൽ ഇങ്ങനെ പറഞ്ഞു ഓടിച്ചു വിടും, ഞങ്ങൾ ഇവിടെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു ദാവീദ് ആ മല പിടിച്ചെടുത്തു. അതിനെ സിയോൻ കോട്ട എന്നുള്ള പേരിൽ താൻ നാമകരണം ചെയ്ത് താൻ അതിന് ആ സ്ഥലത്തെ സിയോൻ എന്ന് വിളിച്ചു. കാര്യം ദാവീദിൻ്റെ കൂടാരം അവിടെ ഉയർന്നു, പെട്ടകം അവിടെ വന്നു. അതിനെ ദാവീദിൻ്റെ വീണുപോയ കൂടാരം എന്ന് ഇന്ന് നമ്മൾ അറിയുന്നു. എങ്കിലും സിയോൻ പർവ്വതമായി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവ് അവിടെ ഒരു ആലയം പണിതു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു ആലയം. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ശലോമോൻ രാജാവ് പണിത സ്ഥലത്തെ ആ പർവ്വതത്തിൻ്റെ മുകളിനെ സിയോൻ പർവ്വതം എന്ന് വിളിച്ചു വന്നു. മറ്റൊരു ഭാഷയിൽ ദൈവ സാന്നിധ്യമുള്ള സ്ഥലം, മാത്രമല്ല ആലയമുള്ള സ്ഥലം. ഇന്ന് ആദ്യത്തെ സർവീസിൽ സീനിയർ പാസ്റ്റർ പറഞ്ഞു, ആലയം ദൈവജനത്തിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നത് 2-3 പേർ. എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് വാക്ക് പറഞ്ഞ യേശുവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്തുണ്ട്. ആമേൻ. ആ സാന്നിധ്യത്തെ ഒന്ന് ആരാധിക്കുവാൻ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താലും യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്തുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ്. ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം, സക്കറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ചില വാക്കുകൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അന്നേരം പ്രസക്തമായി വരും. ഐ എം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവരുടെ നടുവിൽ. 2-3 പേർ കൂടുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. പഴയ നിയമത്തിൽ അതിൻ്റെ നിഴലായി കർത്താവ് പറഞ്ഞു, 4 ഗോത്രങ്ങൾ വടക്കും 4 ഗോത്രങ്ങൾ തെക്കും 4 ദിക്കിലായി 3 ഗോത്രങ്ങൾ വീതം 3 ഗോത്രങ്ങൾ വീതം 4 ദിക്കിലായി പാർക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ എൻ്റെ ആലയം വയ്ക്കണം. ബിൽഡ് മീ എ ടെമ്പിൾ. എനിക്കൊരു ആലയം പണിയണം. എങ്കിലും യഹോവയുടെ നാമത്തിൽ നമ്മൾക്കൊരു യാഗം കഴിക്കാം എന്ന് പറഞ്ഞ് അഹരോൻ ജനത്തെ വിളിച്ചുകൂട്ടി കാളക്കുട്ടിയുടെ വിഗ്രഹത്തിൻ്റെ മുൻപിൽ ആരാധന കഴിച്ചപ്പോൾ ദൈവം പറഞ്ഞു, വെയിറ്റ്, ഐ ആം ഡൺ വിത്ത് ദിസ്. ഇത് വേണ്ട, നിങ്ങൾ യഹോവയുടെ നാമത്തിൽ ആ ആരാധന കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടു. സോ ഡു എ തിങ്. എൻ്റെ ടെമ്പിൾ, എൻ്റെ ആലയം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നത് അവിടുന്ന് മാറ്റി പാളയത്തിൻ്റെ പുറത്ത് വയ്ക്കണം. ആലയം എന്നുള്ള പേര് മാറ്റി അതിനെ ടെൻറ്റ് ഓഫ് മീറ്റിംഗ്, സമാഗമന കൂടാരം എന്ന് പറഞ്ഞ് ആവശ്യമുള്ളപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഞാൻ വരാം. അവിടെ വന്ന് ട്രാവലേഴ്സ് ബംഗ്ലാവ് പോലെ അവിടെ വന്ന് ഞാൻ ആവശ്യമുള്ളപ്പോൾ ആൾക്കാരെ കാണാം, ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് കാണട്ടെ. കാര്യം അവിടെ നടുവിൽ ഞാൻ നിരന്തരം പാർക്കും, ഏതു സമയത്തും അവിടെ നടുവിൽ ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദത്തത്തിൽ നിന്നും നിങ്ങളുടെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞ് എങ്കിലും മറ്റുള്ള സംസ്കാരത്തിൽ നിന്നും കടമെടുത്ത കാളക്കുട്ടിയുടെ മുൻപിൽ നിങ്ങൾ ആരാധിച്ചതിനാൽ, കൾച്ചറലി നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കാഞ്ഞതിനാൽ ഞാൻ ആലയം അവിടെ നിന്ന് മാറ്റി, അതിൻ്റെ പേരും അതിൻ്റെ സ്ഥാനവും മാറ്റി പാളയത്തിന് പുറത്ത് ഞാനത് മാറ്റുകയാണ് എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ ഒരു ചരിത്രം കാണുവാൻ സാധിക്കും. സോ വാട്ട് ഇസ് സയൻ? ദൈവത്തിൻ്റെ ആലയമുള്ള, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ വൃതന്മാർ, മണവാട്ടി സഭ, മഹത്തുക്കൾ, വ്യത്യസ്ത രീതികളിൽ സ്വർഗത്തിൽ വരുംകാല നിത്യതയിലേക്ക് ദൈവം പദ്ധതി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. സോ ഡോണ്ട് സ്റ്റേ ഇൻ ദ കിങ്ഡം, ഡോണ്ട് സ്റ്റേ ഇൻ ദ ചർച്ച്. ചർച്ചിൽ നിന്നും വൃതന്മാരുടെ തലത്തിലേക്ക് മാറുവാൻ നമ്മൾ തയ്യാറാകണം. കാര്യം ലോകത്തിൽ അനേകർക്ക് ദൈവരാജ്യത്തിൽ വരാനുള്ള വിളി മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും മറ്റു പലർക്കും ദൈവരാജ്യത്തിൽ നിന്നും യെരൂശലേമിലേക്ക്, ഇല്ലെങ്കിൽ
എങ്കിൽ സഭയ്ക്കകത്തേക്ക് വരാനൊരു വിളിയുണ്ട്. എങ്കിലും ബethel ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഇതിൻ്റെ അകത്തും വൃതത്വത്തിൻ്റെ ഒരു തലം വെളിപ്പെടുവാൻ ദൈവം ചിലരുടെ മേൽ ഒരു വിളി നൽകിയിട്ടുണ്ട്. Come to that. അതിലേക്ക് വരുവാൻ let me urge you. So ഈ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. This was just the introduction. So let's go to verse number 4 and 5. സെഖറിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ 4ഉം 5ഉം വാക്യങ്ങൾ. ഇത് ഇസ്രായേലിനെ കുറിച്ചല്ല, ഇത് യെരൂശലേമിനെ കുറിച്ചാണ്. വായിച്ചാട്ട്. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. ഓൾറൈറ്റ്, ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, യെരൂശലേം ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം അവർ മതിലില്ലാത്ത പട്ടണം പോലെ കിടന്നാലും, 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, എങ്കിലും യെരൂശലേമിന് ചുറ്റും, അവൾക്ക് ചുറ്റും, അതിന് ചുറ്റും ഞാൻ ഒരു അഗ്നിമതിലായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇസ്രായേൽ ആസ് എ ഹോൾ, പകരം യെരൂശലേമിൽ പാർക്കുന്നവരെ കുറിച്ച്, സഭയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ അതിന് ചുറ്റും ഒരു അഗ്നിമതിലായിരിക്കും. ഇന്ന് സഭയ്ക്കകത്ത് കടന്നു വരുവാൻ പദവി ലഭിച്ച ദൈവത്തിൻ്റെ പൈതലിനോട് പറയട്ടെ, നിനക്ക് ചുറ്റും ഒരു അഗ്നി മതിലുണ്ട്. There is a wall of fire around you. And ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, we must appropriate it. നമ്മളത് പ്രാർത്ഥിച്ചും വചനം ഉദ്ധരിച്ചും വചനം ഉച്ചരിച്ചും അവകാശമാക്കിയില്ലെങ്കിൽ you just cannot have it. ആത്മീയ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടെ വർദ്ധിച്ചു വരാനായി ഞാൻ ശക്തമായി പറയുക, എനിക്ക് വേണ്ടി ദൈവം വെച്ചതായിരിക്കും, എങ്കിലും അത് ഞാൻ കരസ്ഥമാക്കണമെങ്കിൽ ആ കരസ്ഥമാക്കുന്നതിൻ്റെ പാറ്റേൺ, അതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി ദൈവം സമാധാനം വെച്ചിട്ടുണ്ട്, എങ്കിലും സമാധാനത്തിൻ്റെ തലങ്ങളിൽ ഉലച്ചിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു അട്ടർ ദ വേഴ്സസ്. വചനങ്ങൾ ഞാൻ പറയണം. ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ വചനത്തിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. ആ വചനം ഉരുവിടുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. Let me go one step ahead. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് സമാധാനം വേണം എന്ന് പറയുന്ന പ്രാർത്ഥനയേക്കാൾ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം എടുത്തു കളയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് സമാധാനം വേണം. Do you know your prayers will be 100 times more powerful. കാര്യം വചനത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഏത് ആവശ്യത്തിന് മുൻപിലാണെങ്കിലും അട്ടർ ദ വേർഡ്. ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ ഇന്നത്തേക്ക് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച തരണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന എവറി സിംഗിൾ ഡേ വെൻ ഐ പ്രേ, ആവർത്തന വിരസത പോലും ഇല്ലാതെ, എവറി സിംഗിൾ ഡേ, മേ ബി മൾട്ടിപ്പിൾ ടൈംസ് എ ഡേ, പല പ്രാവശ്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കട്ടെ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികം നൽകും എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ വചനം പോലെ ഇന്നത്തേക്ക് ആവശ്യമുള്ള ആത്മാവിൻ്റെ പകർച്ചകൾ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും when I pray, that is the word that I release. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നല്ല ദാനങ്ങളെ ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വചനം ഉദ്ധരിച്ചും ഉച്ചരിച്ചുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വചനത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. So when you need protection, കാവൽ, സമാധാനം, സൗഖ്യം, when I pray for healing, വ്യക്തിപരമായി ഒരുപക്ഷെ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ we may not be able to get long prayers. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ I may not get into long prayers. ആ സമയം ഷോർട്ട് പ്രേയേഴ്സ് ആയിരിക്കുമെങ്കിലും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കും, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിമിത്തം എൻ്റെ ശരീരത്തിൽ ഞാൻ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. വചനത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയും പ്രസക്തിയുമുണ്ട്. സോ ലേൺ ടു ഇൻകോർപ്പറേറ്റ് ദ സ്ക്രിപ്ചർ ആൻഡ് ദ വേർഡ് ഇൻ യുവർ പ്രേയേഴ്സ്. പ്രാർത്ഥനയിൽ അത് ഉച്ചരിക്കുവാൻ പഠിക്കണം. സോ ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യെരൂശലേമിന് ചുറ്റും ഞാനൊരു അഗ്നിമതിലായിരിക്കും. അഗ്നിമതിൽ എന്ന് പറയുന്നത് കാവലിൻ്റെ ഒരു തലമാണ്. ഈ കാവലിൻ്റെ പ്രത്യേകത, ഇസ്രായേലിന് ചുറ്റും ഒരു വല പോലെ ദൈവത്തിൻ്റെ കാവലുള്ളപ്പോൾ യെരൂശലേമിന് ചുറ്റുമുള്ള കാവലിൻ്റെ പ്രത്യേകത, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡിഫെൻസ്. അതൊരു കാവൽ എന്ന് മാത്രമല്ല, ഇറ്റ്സ് എൻ ഒഫെൻസീവ് ഡിഫെൻസ്. അത് ശത്രുവിനെ തകർക്കുന്ന ഒരു കാവലാണ്. ഇതൊരു പരിചയമാണെന്നിരിക്കട്ടെ, ഞാൻ പരിചയയുടെ മുൻപിൽ വന്ന് നിന്നാൽ ഇതിനെതിരെ വരുന്ന അസ്ത്രം, ഇതിനെതിരെ ഒരു വ്യക്തി വന്നാൽ, ഒരു വ്യക്തി എന്നെ അടിക്കാൻ വരികയാണെങ്കിൽ ഈ പരിചയം എനിക്ക് വേണ്ടിയുണ്ടെങ്കിൽ ഇവിടെ വന്ന് തടഞ്ഞു നിൽക്കും. They cannot come any further. കാര്യം തടഞ്ഞു നിൽക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവനങ്ങ് പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചുറ്റും ഒരു അഗ്നിമതിലുണ്ടെങ്കിൽ എന്നെ തൊടാൻ വരുന്ന ശത്രു തൊടാൻ കഴിയാതെ മടങ്ങിപ്പോകുമെന്ന് മാത്രമല്ല, തൊടാൻ വരുന്ന ശത്രുവിനെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്.
അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പറയട്ടെ, നിന്നെ തൊടുന്നവൻ നീ നിമിത്തം വീണിരിക്കും. അത് ദൈവ പൈതലിൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ വാക്കുകളിൽ, പ്രവൃത്തിയിൽ, പ്രാക്കുകളിൽ, ശാപവാക്കുകളിൽ, മന്ത്രവാദത്തിൽ, ആഭിചാരത്തിൽ, വ്യത്യസ്ത രീതിയിലുള്ള അസ്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച്, നയങ്ങൾ ഉപയോഗിച്ച് ദൈവജനത്തിന് വിരോധമായി വരുന്ന ശത്രുക്കൾക്ക് ഇന്ന് ഒരു ദൈവവചനത്തെ ഞാൻ ഉണർത്തിവിടുകയാണ്. ഞാൻ യെരൂശലേമിന് ചുറ്റും ഒരു അഗ്നി മതിലായിരിക്കും. വാട്ട് എ പ്രിവിലേജ്, വാട്ട് എ പ്രിവിലേജ്. എന്നിവിടെ ഇരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഞാൻ ആ വാഗ്ദത്തം റിലീസ് ചെയ്യുകയാണ്. സ്തോത്രം ചെയ്ത് സ്വീകരിക്കുന്നവർ ചെയ്താട്ട്. ഹല്ലേലൂയ. അത് സ്വീകരിച്ചാട്ട്. ലോർഡ്, രോഗശക്തികളായിരിക്കും, കടഭാരത്തിന്റെ ശക്തികളായിരിക്കും, പരാജയത്തിന്റെ ശക്തികളായിരിക്കും, വ്യക്തി വൈരാഗ്യങ്ങളായിരിക്കും, മന്ത്രവാദങ്ങളായിരിക്കും, ദേശശക്തികളായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ള കാവലിന്റെ തലം ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞു വചനത്തിൽ അതിന്റെ വെളിപ്പാടുകൾ സ്വീകരിച്ച് ഞാൻ അവൾക്ക് ചുറ്റും, അതിന് ചുറ്റും ഒരു അഗ്നിമതിലായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് ആത്മാവിൽ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് അടുത്തു വരാൻ നിൽക്കുന്ന രോഗശക്തികളെ, ഡെങ്കുവിന്റെ ശക്തികളെ, ഹല്ലേലൂയ, മാരകമായി വരുന്ന ക്യാൻസറിന്റെ ശക്തികളായിരിക്കും. ഞങ്ങൾ പോലും അറിയാതെ, ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള അഗ്നിമതിൽ പോലുള്ള കാവൽ, ഞാൻ അതിന് ചുറ്റും ഒരു അഗ്നിമതിലായിരിക്കും. ആ കാവലിന്റെ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി വീണ്ടും ഉണർത്തുകയാണ്. Thank you Lord. Archalas Vardari Shabal Sahadalasya. Agnimadil, Agnimadil, Agnimadil. Offensive defense. നിനക്ക് വിരോധമായി വരുന്ന ആയുധം ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. Again, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. അത് രോഗമോ, അത് ദുഃഖമോ, അത് പരാജയമോ, അത് ഏത് അന്യായ പോരാണെങ്കിലും, മാനുഷിക തന്ത്രങ്ങളോ, പൈശാചിക പോരാട്ടങ്ങളോ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. So what is your level of protection? ചിലർക്ക് ചുറ്റും വല മാത്രമാണ്. അതാണെങ്കിൽ അസ്ത്രം അവിടെ വീഴുമായിരിക്കും, എങ്കിലും ശത്രു അവിടെ വീഴത്തില്ല. ശത്രു ഒരു സീസണിലേക്ക് മടങ്ങിപ്പോകും. ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാത്രം നിൽക്കരുത്. Let me urge you, come to be a part of the church. കാര്യം അവിടെ ഒരു വാഗ്ദത്തമുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അഗ്നിമതിലായിരിക്കും. ഹല്ലേലൂയ. അസ്ത്രം വന്നു, പരിചയ്ക്ക് തട്ടി നിലത്തു വീണു. ദൈവരാജ്യത്തിന് വിരോധമായി വരുന്നത് കർത്താവ് അങ്ങനെ നിഷ്ഫലമാക്കിയാലും ശത്രുവിൻ്റെ കയ്യിൽ ആയുധം വീണ്ടുമുണ്ട്. എങ്കിലും അഗ്നിമതിലായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കാവലിലേക്ക് അസ്ത്രങ്ങൾ വന്നാൽ പിന്നെ ശത്രുവിന് ഉപയോഗിക്കാൻ അസ്ത്രമില്ലാത്തതുപോലെ അസ്ത്രത്തെ ദഹിപ്പിച്ചു കളയുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും ഒരു അഗ്നിമതിലായിരിക്കും. സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ ബാഖാ താഴ്വരയിൽ കൂടെ നടന്നാൽ അത് നിന്നെ ബാഖാ താഴ്വരയെ തുടരുകയില്ല. നിന്റെ തലമുറകൾക്ക് അതൊരു ജീവജലത്തിന്റെ നദി എന്നതുപോലെ ജീവജലത്തിന്റെ ഉറവകളായി മാറുവാനിടയായി തീരും. നീ താഴ്വരയിൽ കൂടെ, ബാഖാ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ ബൈബിൾ പറയുന്നത് നിനക്ക് ജലാശയമായി മാറും. അത് ബാഖാ താഴ്വര എന്നുള്ളത് വാക്കിന്റെ അർത്ഥം കണ്ണുനീരിന്റെ താഴ്വര എന്നാണ്. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ നീ നടന്നാൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ യു വിൽ കം ഔട്ട് വിതൗട്ട് ഹേർട്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നീ സഭയുടെ ഭാഗമാണെങ്കിൽ നീ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് കണ്ണുനീരിന്റെ താഴ്വരയായി തുടരുകയില്ല എന്ന് മാത്രമല്ല, അത് ജലാശയങ്ങളായി മാറും, റിസോഴ്സസ് ആയി മാറും, അവസരങ്ങളായി മാറും, ഓപ്പർച്യൂണിറ്റി ആയി മാറും. എവിടെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്? ദൈവശക്തിയാൽ, ദൈവരാജ്യത്തിൻ്റെ ഭാഗത്തിൽ നിന്നും ദൈവശക്തിയാൽ സഭയുടെ ഭാഗമാകിയാൽ ദൈവശക്തിയാൽ നിന്റെ തടസ്സങ്ങൾ നിനക്ക് അവസരങ്ങളായി മാറും. നിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങൾ നിനക്ക് അനുഗ്രഹമായി മാറും. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ആ അനുഭവത്തിലേക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലരെ ആത്മാവിൽ കരം പിടിച്ച് നിർബന്ധത്താൽ 1000 മുഴം വളർന്ന് അതിൻ്റെ മരിയാണിയോളം, പിന്നത്തേതിൽ മുട്ടറ്റം, പിന്നത്തേതിൽ അരയോളം വഴി നടത്തുന്ന ദൂതന്മാരുടെ ശുശ്രൂഷകൾ എന്നതുപോലെ എന്ന് യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ആത്മാവിൽ സഭയായി ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. All right, so but that's not all. അവിടെ മാത്രം നിൽക്കരുത്. Come to the next step. 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? Let's go quickly. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. Okay, that's about Jerusalem, right? വായിച്ചാട്ട്, തുടർന്ന് വായിച്ചാട്ട്. We'll go to verse number 10. ആ വാക്യം വായിച്ചാട്ട് then I'll come back to my message. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു. Please read from 7 through 10. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകൊലുക്കും,
മതി, അത് മതി. സമയത്തിൻ്റെ പരിധി കൊണ്ട് പരിമിതി കൊണ്ട് ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി റഷ്. ഇവിടെ പറയുമ്പോൾ റിമെമ്പർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെറൂസലം. ഇവിടെ പറയുന്നത് യെരുശലേമിനെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് യെരുശലേമിന് ചുറ്റും ഓഫ് കോഴ്സ് ഐൽ ബി എ വാൾ ഓഫ് ഫയർ, അഗ്നിമതിൽ എന്നതുപോലെ ഞാൻ ഇംഗ്ലീഷിൽ അറൗണ്ട് ഹെർ എന്നാണ്, മലയാളത്തിൽ അറൗണ്ട് അതിന് ചുറ്റും എന്നാണ്. സോ വെൽ ദാറ്റ് അപ്പാർട്ട്, യെരുശലേമിന് ചുറ്റും അഗ്നിമതിലായിരിക്കും. എങ്കിലും അതിൻ്റെ നടുവിൽ ഏതിൻ്റെ നടുവിൽ? യെരുശലേമിൻ്റെ നടുവിൽ. പഴയ നിയമത്തിലെ ഭാഷ ഓർക്കുന്നുണ്ടായിരിക്കും. അവരുടെ നടുവിൽ പാർക്കേണ്ടതിന് അവർ എനിക്കൊരാലയം പണിയണം. പിന്നത്തേതിൽ ആലയം പുറത്ത് ടെന്റ് ഓഫ് മീറ്റിംഗ്, തമ്മിൽ കൂടിക്കാണുന്ന ഒരു വിസിറ്റേഴ്സ് ബംഗ്ലാവ് എന്നതുപോലെ മാറി. ഭവനം, ആലയം സ്റ്റേറ്റസ് മാറി, വിസിറ്റേഴ്സ് ബംഗ്ലാവായി, ടെന്റ് ഓഫ് മീറ്റിംഗ് ആയി. നടുവിൽ നിന്ന് മാറി പുറത്തുപോയി. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽ നിങ്ങൾ അടച്ച് കുറ്റിയിട്ടു, ആരെങ്കിലും കേട്ട് ഒന്ന് തുറന്ന് കിട്ടിയാൽ ഞാൻ അകത്ത് വരാം. പുറത്തായിപ്പോയി ഞാൻ. ഇറ്റ്സ് വെരി സാഡ്. സഭയ്ക്കകത്തായിരുന്നു, പക്ഷേ പുറത്തായിപ്പോയി. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂട്ടായ്മ ആചരിക്കുവാൻ എവറി സിംഗിൾ ഡേ ഐ റിയലി വാണ്ടഡ്, ബട്ട് ഐ ആം ഔട്ട്. ഞാൻ ഷണ്ടഡ് ഔട്ട്. ഞാൻ പുറത്തായിപ്പോയി, ആലയത്തിൽ നിന്നും പുറത്തായിപ്പോയി. ഇവിടെ പറയുകയാണ്, അതിൻ്റെ നടുവിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ. കർത്താവ് പറഞ്ഞു ഓർക്കുന്നു, 2-3 പേർ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാനുണ്ട്. ഓൾറൈറ്റ്, അവരുടെ നടുവിൽ ഞാൻ മഹത്വമായിരിക്കും. I'll be the glory in the midst of her. യെരുശലേമിൽ ആകുമെന്നല്ല, യെരുശലേമിൻ്റെ നടുവിൽ. പഴയ നിയമത്തിൻ്റെ ആ ഷാഡോ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ സിയോനിൽ ഞാൻ മഹത്വമായി വെളിപ്പെടും. എന്നിട്ട് പറയുകയാണ്, അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കും. യെരുശലേമിലല്ല, സിയോനിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. വൃതന്മാരുടെ ഇടയിൽ, മണവാട്ടി സഭയുടെ ഇടയിൽ, വിളിക്കപ്പെട്ട മഹത്തുക്കളുടെ ഇടയിൽ, ദൈവരാജ്യത്തിൻ്റെ അകത്ത്, ദൈവരാജ്യത്തിൽ നിന്നും സഭയ്ക്കകത്തേക്കും, സഭയ്ക്കകത്തുനിന്ന് സിയോൻ പർവ്വതത്തിൽ കടക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ ഒരു മഹത്വമായിരിക്കും. ഗ്ലോറി റലം വെളിപ്പെടുന്നത് യെരുശലേമിലല്ല, യെരുശലേമിൻ്റെ നടുവിലുള്ള സിയോനിലാണ്. സിയോനിൽ ഞാനൊരു മഹത്വമായിരിക്കും. യെരുശലേമിന് ചുറ്റും there will be a wall of fire. അഗ്നിമതിൽ അവർക്ക് ചുറ്റുമുണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. എങ്കിലും ഡോണ്ട് സ്റ്റേ there, come to Zion. സയനിൽ, സിയോനിൽ വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഒരു മഹത്വമായി വെളിപ്പെടും. അഗ്നിമതിലായി വെളിപ്പെടുമെന്നല്ല, ഒരു മഹത്വമായി വെളിപ്പെടും. മഹത്വമായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അഗൈൻ പ്രൊട്ടക്ഷൻ്റെ തലം അങ്ങ് മാറും. പറയുകയാണ്, പിന്നെ ഞാൻ അഗ്നിമതിലായിരിക്കുമെന്നല്ല, അവിടെ സിയോൻ്റെ അകത്തുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, എൻ്റെ കൺമണിയാണ് തൊടുന്നത്. Wow, what a deep level of protection. ഭയങ്കരം അസാധാരണമായി ഉള്ളൊരു കാവല. കാര്യം, അഗ്നിമതിൽ എന്ന് പറയുമ്പോൾ യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഒഫെൻസീവ് ഡിഫൻസ്. അത് ഇങ്ങോട്ട് കയറി വരുന്നതിനെ ദഹിപ്പിച്ച് കളയുന്ന ഒരു ഒഫെൻസീവ് ഡിഫൻസ് ആണെങ്കിലും, കൺമണി പോലെ ഞാൻ നിന്നെ പരിപാലിക്കുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒഫെൻസീവ് ഡിഫൻസ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഒഫെൻസീവ് ഡിഫൻസ്. അത് വരുന്ന ശത്രുവിനെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, ഇറ്റ്സ് ഡൈനാമിക്. ഉദാഹരണത്തിന്, അഗ്നിമതിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്തൂടെ പോയാൽ അഗ്നിമതിൽ എന്നെ ദഹിപ്പിക്കത്തില്ല. അങ്ങോട്ട് കയറി മുട്ടിയെങ്കിലുള്ള അഗ്നിമതിൽ എന്നെ ദഹിപ്പിക്കുന്നത്. പക്ഷേ കൺമണി പോലെ പരിപാലിക്കുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത്, ആരെങ്കിലും നിനക്ക് വിരോധമായി അനങ്ങിയാൽ ഞാൻ എൻ്റെ കൈ അവന് നേരെ അങ്ങ് വീശും. ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോകുകയാണ്. കൈ വീശിയാൽ അവൻ്റെ സ്ട്രിപ്പ് ചെയ്ത് അവനെ തകർത്ത് കളയുന്നത് പോലെ എൻ്റെ കൈ ചലിക്കും. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത്. അത് ദൈവരാജ്യത്തിലുള്ളവൻ്റെ അവകാശവും വാഗ്ദത്വവുമല്ല, സഭയ്ക്കകത്ത് വന്നവൻ്റെയുമല്ല, സിയോനിൽ പാർക്കുന്നവരുടെ അവകാശം. അതാ പറയുകയാണ്, കൺമണി പോലെ പരിപാലിക്കുക. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമുക്ക് കണ്ണെ കയറി തൊട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തെ പിള്ളേരാരും ഞാൻ കാണുന്നില്ല, കുഞ്ഞുങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അവിടെ ട്രൈ ടു ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് ഫോർ യു. കുഞ്ഞുങ്ങളുടെ കണ്ണെ കയറി തൊടാൻ പരിശ്രമിക്കണം. ആരുടെയും കണ്ണെ കയറി തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇംഗ്ലീഷിൽ പറയും റിഫ്ലെക്സ് ആക്ഷൻ. എന്തുവാ റിഫ്ലെക്സ് ആക്ഷൻ? ഒന്ന് തല പുറകോട്ട് വലിക്കും, 2 കൈ കൊണ്ടൊരു വീശും. അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അഥവാ കണ്ണെ കയറി തൊട്ട് കഴിഞ്ഞാൽ, അഥവാ കണ്ണ് പൊട്ടിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ കാണത്തില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, കൈ കൊണ്ടൊരു തട്ട്. ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. കണ്ണെ കയറി തൊട്ട് കഴിഞ്ഞാൽ, ചെവിയെ തൊടുന്ന പോലെയല്ല, മൂക്കെ തൊടുന്ന പോലെ, കണ്ണെ തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ കൈ ചലിച്ചിരിക്കും. റൈറ്റ്? കർത്താവ് പറയുക, നിന്നെ തൊട്ടാൽ നിന്നെ അല്ല തൊടുന്നത്, എൻ്റെ കൺമണിയാണ് തൊടുന്നത്. എൻ്റെ കരം അനങ്ങാതിരിക്കുകയിൽ എൻ്റെ കരം തട്ടിക്കളയുന്നത് പോലെ ഞാൻ അവർക്ക് വിരോധമായി കരമൊന്ന് വീശും.
വാൾ ഓഫ് ഫയർ, വാൾ ഓഫ് ഫയർ. അവിടെ നിന്ന് കർത്താവ് പറയണം, അവിടെ നിൽക്കരുത്, നീ എൻ്റെ സിയോനിലേക്കൊന്ന് വാ. സിയോനിൽ വന്നു കഴിഞ്ഞാൽ വൃതന്മാരുടെ കൂട്ടത്തിലേക്കുള്ള വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞ് നീ അതിലേക്ക് വന്നാൽ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. വിളി അനേകരുടെ മേലുണ്ട്. ഇതിൻ്റെ അകത്തിരിക്കുന്നവരുടെ നിങ്ങളുടെ മേലും ഒരു വിളിയുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മാടി വിളിക്കുമ്പോൾ ഇന്ന് അതിന് പ്രതികരിച്ച് വരുന്നവരുണ്ടോ? പറയട്ടെ, സിയോനിലേക്ക് ഒരു വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. അവിടെ ദൈവം പറയുകയാണ്, എൻ്റെ കാവലിൻ്റെ തലം അസാധാരണമാണ്. നിനക്ക് വിരോധമായി തൊടുവാൻ കരം നീട്ടുന്നവന് വിരോധമായി എൻ്റെ കരം ഞാൻ വീശിയിരിക്കും. ഇനിയും ആ വാക്യം ഒന്ന് വായിച്ചാൽ now you will understand from where shall we start from verse number 4. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Pardon me, but it's a long stretch, but please listen to this carefully. ഇത് കഴിയുമ്പോൾ I'm going to conclude this message. സെഖര്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. Then I'm going to conclude the message. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. Listen, യെരൂശലേം സഭ വളർച്ചയുണ്ട്. സഭ ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം അവർ മതിലില്ലാത്ത പട്ടണം പോലെ കിടക്കും. യെരൂശലേം സഭ. വായിച്ചാട്ട്. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. എങ്കിലും സഭയ്ക്ക് ചുറ്റും ഞാനൊരു അഗ്നിമതിലായിരിക്കും, തീമതിലായിരിക്കും. വായിച്ചാട്ട്. ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും. അതിന്റെ നടുവിൽ സിയോനിൽ ഞാൻ മഹത്വമായി വെളിപ്പെടും. വായിച്ചാട്ട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവേൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റ് പോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാഹേൽ പുത്രരുടെ അടുക്കിൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതിയുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. അവർ തങ്ങളുടെ ദാസന്മാരുടെ കവർച്ചയായി തീരും. Thank you. Now I think you get the entire picture. I've been trying to weave a picture before you. മെസ്സേജിലേക്ക് കടക്കാൻ പോകുക. I've been trying to bring the whole concept before you. കർത്താവ് പറയുകയാണ്, ഞാൻ ഇസ്രായേലിന് ചുറ്റും യെസ് there is a protection. അത് കഴിയുമ്പോൾ സഭയ്ക്ക് ചുറ്റും അഗ്നിമതിലാണ്, ഒഫെൻസീവ് ഡിഫെൻസ്. എങ്കിലും സിയോനിലോട്ട് വരുമ്പോൾ there is a ഡൈനാമിക് ഒഫെൻസീവ് ഡിഫൻസ്. ഇത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ പാസീവ്. ഇവിടെ നിൽക്കും, എൻ്റെ കൂടെ ചലിക്കത്തില്ല. അങ്ങോട്ട് കയറി തൊടുന്നവൻ താഴെ പോകും. അഗ്നിമതിലാണെങ്കിലും ഇറ്റ്സ് ഒഫെൻസീവ് ഡിഫൻസ്, ബട്ട് ഇറ്റ്സ് പാസീവ്. അത് അവിടെ തന്നെ നിൽക്കും. എങ്കിലും പറയുകയാണ്, നീ സിയോനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു കാവലായിട്ടല്ല, പകരം നിനക്ക് വേണ്ടി ചലിക്കുന്ന, കൈ വീശുന്ന ഒരു കാവലായി ഞാൻ മാറും. നിന്നെ തൊടുന്നവൻ കവർച്ചയായി പോകും. അതുപോലെ ഞാൻ നിന്നെ സഹായിക്കും. ജസ്റ്റ് വൺ മോർ തിങ് ഇൻ ദ ഷോർട്ടേജ് ഓഫ് ടൈം. എങ്ങനെയാണ് യെരൂശലേമിൽ നിന്നും സിയോനിലോട്ട് മാറുന്നത്? പറയുകയാണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. ബാബിലോൺ പുത്രിയോടുകൂടെ വസിക്കുന്ന സിയോൻ പുത്രിയെ. വാട്ട് ഡസ് ദാറ്റ് മീൻ? നീ സിയോൻ പുത്രി തന്നെയാണ്, പക്ഷേ നീ യെരൂശലേമിൽ നിന്നും സിയോനിലോട്ട് ചാടിപ്പോയി. ഇനി ഞാൻ വാക്യം ആവർത്തിക്കാൻ പറയുന്നില്ല, ബട്ട് യു മസ്റ്റ് റീഡ് ഇറ്റ് അറ്റ് യുവർ ഓൺ ടൈം. അത് വാക്യം നിങ്ങളുടെ സമയത്തൊന്ന് വായിക്കണം. പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിലാണ്, നിങ്ങൾ സിയോൻ പുത്രി തന്നെയാണ്. ബട്ട് ഇഫ് യു വാണ്ട് ഗ്ലോറി, നിങ്ങൾക്ക് മഹത്വം വേണമെങ്കിൽ, നിങ്ങൾ സിയോനിൽ വരണമെങ്കിൽ there is a big step you have to take. എന്താണ്? നിങ്ങൾ ബാബിലോൺ പുത്രിയല്ല, നിങ്ങൾ സിയോൻ പുത്രി തന്നെയാണ്. എങ്കിലും ബാബിലോൺ പുത്രിയോടുകൂടെ വസിക്കുന്ന സിയോൻ പുത്രിയെ ചാടിപ്പോ, അവിടുന്ന് ചാട്, get out of that place. അതിൻ്റെ അർത്ഥം എന്താണ്? ബാബിലോൺ സംസ്കാരം എന്താണ്? ബാബിലോണിൻ്റെ ആറ്റിറ്റ്യൂഡ്, കൾച്ചർ, എക്സ്പ്രഷൻസ് പല തലങ്ങളിൽ തൊടാൻ താല്പര്യമുണ്ടായിരുന്നു. നോ ടൈം. കൾച്ചർ ഓഫ് ബാബിലോൺ. ബാബിലോണിന്റെ സംസ്കാരം എന്താണ്? ഇത് ഞാൻ എൻ്റെ മഹത്വത്തിനായി പണിതെടുത്ത ബാബിലോൺ അല്ലയോ? ബാബിലോൺ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, ഞാൻ, എനിക്ക് വേണ്ടി, എൻ്റെ മഹത്വം, മീ, മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി. അതാണ് ബാബിലോണിൻ്റെ സംസ്കാരം. ദാറ്റ്സ് എ കൾച്ചർ. അവിടുന്ന് ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ബാബിലോൺ സംസ്കാരത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വരുമ്പോൾ വി ഡോണ്ട് ഹാവ് ദ കൾച്ചർ, ബട്ട് വി ഹാവ് ആറ്റിറ്റ്യൂഡ്സ്. കാര്യം ദേ ഹാങ് ഓവർ. അതിൻ്റെ ആ മനോഭാവങ്ങൾ നമ്മളോട് കൂടെ ഇരിക്കും. ആരുടെയാണ്? ബാബിലോണിൻ്റെ മനോഭാവങ്ങൾ. കുറച്ചും കൂടെ കഴിയുമ്പോൾ പറയുകയാണ്, യെരൂശലേമിൽ നിന്നും സിയോനിലോട്ട് വരണമെങ്കിൽ നോട്ട് ജസ്റ്റ് ദി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, അതിൻ്റെ മനോഭാവങ്ങളെ വിട്ട് നീ സിയോനിൽ വരണം. സോ ഹൗ ഡു യു ഷിഫ്റ്റ് ഫ്രം ജെറൂസലേം ടു സയൻ? സഭയിൽ നിന്നും വൃതന്മാരുടെ കൂട്ടത്തിലേക്ക് വരുന്നത് എങ്ങനെ? കൾച്ചർ വിട്ടാൽ പോരാ, മനോഭാവങ്ങൾ കൂടെ വിടണം. എങ്കിൽ മാത്രമേ
യെരൂശലേമിൽ നിന്നും സിയോനിലോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. വൃതന്മാരുടെ കൂട്ടത്തിൽ വരണമെങ്കിൽ മനോഭാവങ്ങൾക്കും നമ്മളുടെ പ്രദർശനങ്ങൾക്കും എല്ലാം മാറ്റം വരണം. അങ്ങനെ വരുമ്പോൾ അസാധാരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മാറും. ഞാൻ പറയുന്ന ഒരു കാര്യം ഓർക്കണം. ഞാൻ പ്രതീക്ഷൻ്റെ സാക്ഷ്യം പറഞ്ഞു. സിഗരറ്റ് വലിച്ച് ശീലിച്ച വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റുവാൻ പ്രസംഗത്തെക്കാൾ, വാക്കുകളേക്കാൾ, തീരുമാനങ്ങളെക്കാൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ മഹത്വത്തിൻ്റെ തലം എന്നതുപോലെ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന മഹത്വത്തിൻ്റെ തലത്തിൽ ചിലരുടെ മനോഭാവങ്ങളെ മാറ്റുന്ന ദൈവപ്രവൃത്തികൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങൾ യെരൂശലേമിൽ നിന്നും സിയോനിലേക്ക് വന്നിരിക്കും. And that is not by your desire and will. നിങ്ങളുടെ തെരഞ്ഞെടുപ്പും തീരുമാനത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ യെരൂശലേമിൽ നിന്നും ചിലർ സിയോനിലേക്ക് വന്നിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ദൈവരാജ്യത്തിൽ ഇതുവരെ കടക്കാത്തവർ ദൈവരാജ്യത്തിലേക്ക് വരുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ കടന്നവർ സഭയ്ക്കകത്തേക്ക് വരുന്നത് പോലെ ആത്മാവിൻ്റെ ചലനങ്ങൾ ചിലരുടെ മേൽ കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കകത്ത് കടന്നു വന്ന ചിലർ സിയോൻ പർവ്വതത്തിലേക്ക്, അവരുടെ വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും, ആദ്യജാതന്മാരുടെ സംഘത്തിലേക്ക്, സ്വർഗത്തിൽ പേരെഴുതിയപ്പെട്ട ആദ്യജാതന്മാരുടെ സംഘത്തിലേക്ക്, സിയോൻ പർവ്വതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ തെരഞ്ഞെടുപ്പിനാലും തീരുമാനത്താലും പ്രയത്നത്താലും അല്ല, പകരം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിലരെ കർത്താവ് യെരൂശലേം നഗരിയിൽ നിന്നും ഹല്ലേലൂയ സിയോൻ പർവ്വതത്തിലേക്ക് മാടി വിളിക്കുവാൻ, അത് അഗ്നിമതിൽ കാവൽ തലങ്ങളിൽ നിന്നും ഹല്ലേലൂയ മഹത്വത്തിന്റെ തലത്തിലേക്ക് വന്ന് കാവലിന്റെ ആഴങ്ങൾ വെളിപ്പെട്ടു വരുന്നത് പോലെ, ശത്രുക്കൾ കവർച്ചയാകപ്പെടുന്നത് പോലെ, ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചലിക്കപ്പെടുന്നത് പോലെ ഇന്ന് ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ചർച്ച്, will you please stand up along with me? എന്നോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നവർ എല്ലാവരും ചേർന്ന് നിൽക്കണം. And we're going to pray. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്നിടത്തു അടുത്ത തലത്തിലേക്ക് ഹല്ലേലൂയ 1000 മുഴം അളന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ദൂതന്റെ ശുശ്രൂഷ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അയച്ച് ഞങ്ങളെ ചെന്നെത്തേണ്ട സ്ഥാനത്ത് ശുഭതുറമുഖത്ത് ചെന്നെത്തുവോളം ഓരോ ദിവസവും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിമതിലിന്റെ കാവലുകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ജയത്തിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.